നമ്മൾ ശാസ്ത്രപ്രചരണമോ അല്ലെങ്കിൽ മതവിമർശനമോ സോഷ്യോളജിക്കലായിട്ടുള്ള ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് വി വുഡ് ലൈക്ക് ടു എലിവേറ്റ് ദ സൊസൈറ്റി. എലിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എലിവേഷനാണ്. ഈ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ പറയാറുണ്ട് എന്താണ് പർപ്പസ്, എന്തിനാണ് ജീവിക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരതിന് പറയുന്നൊരു കാര്യം 2-3 ലോജിക്കൽ ഒന്നാണ്, ഒരു ലക്ഷ്യബോധം വേണം അല്ലേ. എന്തിനാണ് ജീവിക്കുന്നത്? ജീവിക്കുന്നു, മരിക്കുന്നു. അപ്പം ആളുകൾ ചോദിക്കും, നിങ്ങൾ 50 വയസ്സ് 60 വയസ്സിൽ ജീവിക്കുന്നു, മരിക്കുന്നു, എന്താ അതുകൊണ്ട് നേട്ടം, എന്താ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കൊരു ലക്ഷ്യമില്ല. അപ്പം തിരിച്ച് ചോദിക്കേണ്ട ചോദ്യം, അവിടെ ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾ റിലീജിയസ് ആയിട്ട് ആൾക്കാരാണ്. സപ്പോസ് നിങ്ങൾ ബിലീവ് ഇൻ ഹെവൻ, I don't know what it is, but you believe in heaven. You believe in salvation. Suppose, granted, that argument is granted. You will go to heaven. സമ്മതിച്ചു. ജസ്റ്റ് ഫോർ ഡാർവിൻ പറയുന്നുണ്ട്, ഡോക്കിൻസ് പറയുന്നുണ്ട്, ബ്രിങ് ദ ഒപ്പോണൻറ്റ് ടു ദ പഞ്ചിങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് ഇടിച്ച് കഴിഞ്ഞാൽ അവൻ അവിടെ നിൽക്കുകയാണെങ്കിൽ അവൻ്റെ മൂക്കിൽ കൊള്ളത്തില്ല. അവനോട് ഇങ്ങനെ അടുത്ത് വരാൻ പറയണം, വാടാ വാടാ, നിൻ്റെ സ്വർഗം അംഗീകരിച്ചു, നിൻ്റെ നരകം അംഗീകരിച്ചു, വാ. എന്നിട്ട് പഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ സ്ട്രൈക്കിംഗ് ഡിസ്റ്റൻസിൽ ഒപ്പോണൻറ്റിനെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ഗ്രാൻറ്റ്. നീ സ്വർഗത്ത് പോകുന്നു, എന്നിട്ട് രാവിലെ 9:30 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ എഴുന്നേൽക്കുന്നു. എന്നിട്ട് 72 ഹൂറീസ് ഡീൽ വിത്ത്, ദൻ മദ്യപ്പുഴ, മദ്യം വിത്തൗട്ട് കിക്ക്, ഓക്കെ. ദൻ പ്രേയിങ് ഇൻ ഡിഫറെൻറ്റ് പോസ്റ്റേഴ്സ്, വജ്ര, പല യോഗയുടെ പല പോസ്റ്റുകളിൽ പ്രേ ചെയ്യുന്നു, പാട്ട് പാടുന്നു, ദൈവത്തെ പുകഴ്ത്തുന്നു. എന്നിട്ട് വൈകുന്നേരം ആഹാരം എല്ലാം വന്ന് ഒന്നും അധ്വാനിക്കേണ്ട, നോ കൾട്ടിവേഷൻ, നോ ജൈവ കൃഷി, എവറിത്തിങ് ഈസ് ഓക്കെ. എന്നിട്ട് വൈകിട്ട് വീണ്ടും ആഹാരം കഴിച്ചു, വീണ്ടും ഇതായിട്ട് വീണ്ടും ഇതൊക്കെ വേണം ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, റൈറ്റ്, വെരി ഗുഡ്. നെക്സ്റ്റ് ഡേ സെയിം, ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് വീക്ക് സെയിം, ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് മന്ത് സെയിം, റൈറ്റ്. നെക്സ്റ്റ് ഇയർ സെയിം, ഓ റൈറ്റ്. ആഫ്റ്റർ 2 centuries സെയിം തിങ്, ഓക്കെ. 2 millennia സെയിം തിങ്. ആഫ്റ്റർ 500 കോടി വർഷം സെയിം തിങ്. അപ്പം നമ്മൾ ചോദിക്കുക, എന്തിനാണിത് ചെയ്യുന്നത്, എന്താ ലക്ഷ്യം? അങ്ങനെയൊന്നുമില്ല, അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ ലക്ഷ്യം? വാട്ട് ഈസ് എ പേർപ്പസ്? യു ആസ്ക് ദ സെയിം ക്വസ്റ്റ്യൻ. ജീവിതത്തിൻ്റെ അർത്ഥം എന്ത്, ലക്ഷ്യം എന്തെന്നുള്ളൊരു ചോദ്യം ഇവിടെ ചോദിക്കാറുണ്ടല്ലോ. അത് വലിയ ഉഗാണ്ടൻ ചോദ്യമാണെന്ന രീതിയിൽ ചോദിക്കുന്നു. അതുകൊണ്ട് ഈ സ്വർഗം അംഗീകരിച്ചിട്ട് പറയുകയാണ്, സ്വർഗത്ത് പോയിട്ട് ദിവസം കഴിഞ്ഞ് ചെയ്യുന്നു, 500 കോടി വർഷം കഴിഞ്ഞിട്ടും ഇത് തന്നെ ചെയ്യുന്നു. അപ്പോൾ ചോദിക്കുന്നു, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്താണ് ഉദ്ദേശം, എന്തായിരിക്കും ഉത്തരം? അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ ചെയ്യുന്നു, ചെയ്യുന്നിടം വരെ ചെയ്യും. ഇതെല്ലാം ഇവിടെയും പറയാനുള്ളൂ. മരിക്കുന്നവരെ ജീവിക്കും. അതിനിടയിൽ നമ്മൾ ജീവിതം ആസ്വദിക്കുക, കൂടുതൽ ആളുകൾ ഉദാത്തമായ മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അന്വേഷിക്കുക, കണ്ടെത്തുക. ദിസ് ഈസ് വാട്ട്, ഇത് ഒറ്റ ഉത്തരവേ ഉള്ളൂ. അപ്പോൾ ഇതൊരു സ്യൂഡോ ക്വസ്റ്റ്യനാണ്. ഇവിടെ ചോദിച്ച ചോദ്യം ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. ജീവിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഉത്തരങ്ങൾ മാറിക്കൊണ്ടിരിക്കും അല്ലേ. ഇന്നത്തെ എൻ്റെ ഇപ്പോൾ ഏറ്റവും അടുത്ത ലക്ഷ്യം എന്താണ്? നാളെ രാവിലെ ഇംഗ്ലണ്ടിലേക്ക് പോകുക എന്നുള്ളതാണ്. അതിന് തൊട്ടുമുന്നേ പുറകോട്ടും ലക്ഷ്യങ്ങളുണ്ട്. ഈ തൊട്ടടുത്ത ലക്ഷ്യം ഇത് തീർത്തിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വെച്ചൊരു ബബിലാണ് നമ്മൾ. പ്രത്യേകിച്ചൊരു ലക്ഷ്യം, ആനമുട്ട എടുക്കുക, കണ്ടെത്തുക, അങ്ങനെ ലക്ഷ്യമൊന്നുമില്ല. അതൊരു ഫാൾസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പം എലിവേഷൻ തിയറി എന്ന് ഞാൻ ഉദ്ദേശിച്ചുകൊണ്ട് മൊത്തത്തിലുള്ള സമൂഹത്തിൻ്റെ ഒരു പുരോഗതിയാണ്. അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്.